ഹലോ ഗൈസ്, അപ്പം നമ്മളിന്ന് കളിക്കാൻ വേണ്ടി പോകുന്ന ഗെയിമിൻ്റെ പേരാണ് ജിയോമെട്രി ഡാഷ്. സോ നമ്മൾ ഇന്ന് ജിയോമെട്രി ഡാഷിൽ സീരിയോ മാസ്റ്ററിനെ ബഫ് ചെയ്യാൻ പോവാണ്. സോ എന്തോ കുഴപ്പമുണ്ട് ഗൈസ്. ഞാൻ സ്പൈക്കിൻ്റെ ഉള്ളിൽ കൂടെ പോയാ പൊളി നോക്കിൽ പോകണമായിരുന്നു. നീ വിചാരിച്ചിപ്പോൾ കുഴപ്പമൊന്നുമില്ല, ഞാൻ ഓട്ടോ സേഫ് മോഡ് ഓണാക്കി. ഓക്കെ, സോ ഇതാണ് നമ്മളെ ലെവൽ. ഇന്ത്യക്കൊന്ന് എപ്പോഴും ഒരു ലെവലിൻ്റെ പ്രോഗ്രസ് എപ്പോഴും പോയിക്കൊണ്ടേയിരിക്കും. അതൊക്കെ തീരെ ഇഷ്ടമില്ലാത്തൊരു സംഭവമാണ്. കാരണം ഇത് ശരിക്കും പറയും ഇതല്ലായിരുന്നു ലെവൽ. ഇത് ഞാൻ പിന്നെ വീണ്ടും ഇത് ഉണ്ടാക്കേണ്ടി വന്നതായിരുന്നു. ഇതൊരു വേവിൻ്റെ പാർട്ടാണ്. ഞാൻ ചെറിയ റോബോട്ടിൻ്റെ പാർട്ടാണ് ജീവിക്കുകയാണ്. ഇവിടൊക്കെ മിനി റോബോട്ട്, അതും മിനി റോബോട്ട് തന്നെയൊക്കെയാണ്. സോ ഇതിൻ്റെയൊക്കെ ഒന്ന് ലെവലിൻ്റെ കുറച്ച് പാർട്സൊക്കെ പോയി. അങ്ങനെ കൂടുതലൊന്നും പോയിട്ട് ഞാൻ ഫസ്റ്റ് ചെയ്തൊക്കെ പോയിട്ടുള്ളൂ. സോ അതുകൊണ്ട് വലിയ കുഴപ്പമില്ല. സോ നമുക്കെന്തായാലും സെറ്റാക്കാം. ഇതിൻ്റെ കളറൊക്കെ ഞാൻ സെറ്റാക്കട്ടെ. കളറ് ഡീപ്പ് കളറാണ്. പേസ്റ്റ് സോ ഇതാണ് നമ്മളെ ബ്ലോക്ക് ഡിസൈൻ അല്ല. ഞാൻ ആദ്യം ഇങ്ങനെ 1 പിന്നെ ഇത് 1.6 അല്ല. മുമ്പ് ഇങ്ങനെ ഈ ബ്രിക്ക് ബ്ലോക്സ് ഇത് കഴിഞ്ഞൊരു സ്റ്റേഷനാണ് അങ്ങനെ വെച്ചാണ്. ചില പാർട്ട് അങ്ങനെ ഉണ്ടാവും, ചിലപ്പോൾ ഉണ്ടാവും, പറയാൻ പറ്റില്ല. ഓക്കെ ഗൈസ്, ചിലപ്പോൾ വെക്കാൻ ക്വാഡർ കൊണ്ടിട്ട് സ്പൈക്ക് പോസിബിൾ ആവുന്നുണ്ടോ സ്പൈക്ക് ചെയ്യാതെ പറ്റില്ല. തീരെ പറ്റില്ല ഗൈസ്. അപ്പോൾ നമുക്കെന്തായാലും ക്വാഡ്രപ്പിൾ സ്പൈക്ക് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരുമായിരിക്കും. ഈ ഒരു ജമ്പ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നേരെ ഒരു ക്യൂബിലോട്ട് പോവും. ഒരു ക്യൂബ്, ഇനി ആ ക്യൂബിൽ നമ്മൾ ഒരു അത് വേണ്ട, അത് നല്ല ടഫാണ്. നമുക്ക് ചെയ്യാൻ നോക്കാം ഗൈസ്. ഒരു നല്ല നെർഫ്ഡ് ഭയങ്കര ഈസി ആയിട്ടുള്ള ഒരെണ്ണം നമുക്ക് ചെയ്യാം. ഇതെന്തായാലും ഇമ്പോസിബിളാണ്, ഇതൊന്നും പറ്റൂല. ഓക്കെ, ഇത് പറ്റുമായിരിക്കും. ഇത് ഭയങ്കര ഈസി. ഇത് സോ ഇതാണ് നമ്മളെ ക്വാഡ്രപ്പിൾ സ്പൈക്ക്. കുറച്ച് അടിപൊളിയൊക്കെയാണ് കാണാൻ. മിനിയൊന്നും പറ്റൂല ഗൈസ്. നമുക്ക് ബിഗ് ആക്കാം. പിന്നെ ഇവിടെ ഭയങ്കര ഇതാണ്. ഒരു കളർ ട്രിഗർ ഇവിടെ ഉണ്ട്. നമുക്ക് ആ കളർ ട്രിഗർ കണ്ടുപിടിക്കണം. എവിടെയാണാവോ? ഇതാണ് കളർ ട്രിഗർ. നോക്കി നോക്കാം. അറിയാത്തതായതാണ്, കാരണം എൻ്റെ റെക്കോർഡ് ചെയ്യണ എൻ്റെ കൺട്രോൾസൊക്കെ എവിടെയാണ്. ഓക്കെ, ഒരു കളർ ട്രിഗർ ഉണ്ട്. ആ കളർ ട്രിഗർ ഭയങ്കരമായിട്ട് ഇതാക്കുകയാണ്. ഓക്കെ, അതൊക്കെ നമുക്ക് ഈസിയായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. സോ നമുക്ക് ആ ഭാഗമൊക്കെ ഈസിയാണ്. സോ നമുക്ക് ഈ സാധനം
നമ്മളങ്ങനെ മാറ്റണമൊന്നുമില്ല. റെഡി. ഇനി ഈ കളറിലാണ് നിന്നോളൂ. നമുക്ക് ആ സാധനം എടുത്ത് കളഞ്ഞാൽ മതി. ഈ കളർ അടിപൊളിയല്ലേ ഗൈസ്? ഇത് ഹാർഡ് ലെവലിന് ഇത് അടിപൊളിയാണ്. സോ നമുക്കെന്തായാലും ബാക്കി ഭാഗങ്ങളിലോട്ട് നടക്കാം. ഇനി ഡെക്കറേറ്റ് ചെയ്യലാണ് ഗൈസ് പണി. ഞാനിത് ഡെക്കറേറ്റ് ചെയ്യണമെന്നും കാണിക്കില്ല. ഡെക്കറേറ്റ് കഴിഞ്ഞിട്ട് എൻ്റെ ഒരു ആഫ്റ്റർ റിസൾട്ട് വേണമെങ്കിൽ ഞാൻ കാണിക്കാം. അല്ല, ഡെക്കറേറ്റ് ചെയ്യലൊക്കെ ഇത് തോന്നുന്ന സമയത്തിട്ടാണ് ഞാൻ ഡെക്കറേറ്റ് ചെയ്യേണ്ടത്. സോ നമുക്കിവിടെ ചെറിയൊരു ട്രോൾ ചെയ്യാം. നമ്മളിത് നല്ല പൊക്കും. പിന്നെ അത് കയറാനും പറ്റില്ല, അങ്ങനെ ആക്കും. അതിന് വേണ്ടി നമ്മൾ ഇതാണ് ചെയ്യുന്നത്. കുറച്ച് സ്പൈക്ക് എടുത്ത് അവിടെ ഒക്കെയാണ്. ഓക്കെ, നമ്മൾ ഇത് രണ്ടും ഫേക്ക് സ്പൈക്ക് ആക്കാൻ പോവാണ്. ഫേക്ക് സ്പൈക്ക് ആക്കാൻ നിങ്ങൾക്ക് ഫേക്ക് സ്പൈക്ക് ആക്കാനുള്ള സ്പൈക്കുകൾ എടുക്കുക. എന്നിട്ട് എഡിറ്റ് ഗ്രൂപ്പ് എക്സ്ട്രാ നോ ടച്ച്. ഇത്രേ ഉള്ളൂ ഗൈസ്, പരിപാടി കഴിഞ്ഞു. ഞാൻ സ്റ്റാർട്ട് പൊസിഷൻ വെച്ചിട്ട് മനസ്സിലാം. ഞാൻ അങ്ങനെയായിരുന്നു, ഞാൻ അത് ആദ്യം തുടങ്ങുമ്പോൾ ഞാൻ അങ്ങനെയായിരുന്നു ചെയ്തത്. നമുക്ക് ഈ ഇവൻ്റ് ട്രിഗറൊക്കെ ഉപയോഗിക്കണം. നമുക്ക് അതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം ഗൈസ്. നമുക്ക് കുറച്ച് എഡിറ്ററിൻ്റെ ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഇതങ്ങനെ എഡിറ്റർ ട്രിക്സ് ഒന്നും അറിയില്ല. ഗൈസ് നമുക്കിപ്പോൾ അതൊന്നും ചെയ്യേണ്ട, അതൊന്നും ഞാൻ ഉപയോഗിക്കേണ്ട. ഓക്കെ, നമ്മളൊരു സ്റ്റാർട്ട് പൊസിഷൻ വെക്കുകയാണ്. എവിടെ എൻ്റെ സ്റ്റാർട്ട് പൊസിഷൻ? ഓക്കെ നമ്മളിനി അതിൻ്റെ ഉള്ളിൽ കൂടി ചാടി പോകണം. നല്ല നേരത്തെ ചാടാൻ നോക്കാം. ഇനി നമ്മൾ ഈ ഒരു ജമ്പ് പോസിബിൾ ആക്കണം. സോ ഇത് പോസിബിൾ ആവണം. ഓക്കെ, പോസിബിൾ ആണ്. പക്ഷേ ഗൈസ് ഇതെന്തത് ഇങ്ങനെ? ഓക്കെ ഗൈസ്, സെറ്റ്. വലിയ കുഴപ്പമൊന്നുമില്ല, നമുക്ക് എന്തായാലും കളിക്കാം. സോ നമ്മൾ ഈ ഭാഗത്ത് സ്പൈക്ക് മൊത്തം ഇവിടെ വെക്കും. നമ്മൾ നൈസായിട്ട് ഇത് ഇവിടെ വെക്കും. അതെന്തിനാ അവിടെ വെക്കണം നമുക്കറിയില്ലേ. നമ്മൾ കുറച്ച് ഹാഫ് സ്പൈക്ക് ഇവിടെ വെക്കും. സോ നമുക്ക് നോക്കാം എങ്ങനെ ഉണ്ടാവും. പറ്റില്ല. ഓക്കെ, സോ നമ്മളതിൻ്റെ അറ്റത്തൊന്ന് ചാടണം. എന്നിട്ട് നമ്മൾ ചാടിക്കണം. അത് പറ്റും, അത് വളരെ ഈസിയാണ്. എന്നാ പാടില്ല, അങ്ങനത്തെ ഒരു സംഭവമാണത്. നമ്മളിനി ഒന്ന് നോക്കുമ്പോൾ ഒന്ന് ഹാർഡാവണ്ട വിചാരിച്ചിട്ട് നമ്മൾ ഒന്ന് ഇവിടെ വെക്കുമ്പോൾ ഇത് കാണുമ്പോൾ ആളുകൾ ചെയ്യുമ്പോൾ ഈസിയാണ്. അയ്യോ, കുറേ ഇമ്പോസിബിളാക്കി. എന്നാലും നമ്മളില്ലെങ്കിൽ കുറേ സ്പൈക്ക് നമ്മളതിൻ്റെ മേലെ കൂടെ ചാടും. പിന്നെ നമുക്ക് ഈ ഭാഗത്ത് എംറ്റി ആക്കാൻ പറ്റില്ല. നമ്മളിവിടെ ഫുള്ള് സ്പൈക്ക് അങ്ങ് നിരത്തി അങ്ങ് വെച്ച് കൊടുക്കുകയാണ്. ഓക്കെ, അടിപൊളിയായിട്ടുണ്ട്.
നമുക്ക് ഈ ഭാഗം ബഫ് ചെയ്യാം. വാവ്, നല്ല രസമുണ്ട്. ആ ക്ലിക്ക് ഭയങ്കര പോസിബിളാണെന്ന് തോന്നുന്നുണ്ട്. എൻ്റെ മനസ്സ് പറയുന്നത് തെറ്റാണ് ഗൈസ്. നമ്മൾ ഓക്കെ അടിപൊളി, അതെന്തായാലും പോസിബിളാണ് ഗൈസ്. ഓക്കെ, ഈസി സാധനം. ഇതിൻ്റെ കൂടെ ഒക്കെ നമുക്ക് ട്രിപ്പിൾ സ്പൈക്ക് വെച്ചിട്ട് അങ്ങോട്ട് ഉണ്ടാക്കണം. നമുക്ക് ഏത് നമ്മൾ ഇവിടെ എത്തിയാൽ പിന്നെ നമ്മൾ നോർമൽ സൈസാണ്, ചെറുതൊന്നുമല്ല. പിന്നെ വലിയ കളികൾ മാത്രം. ഓക്കെ, നമുക്ക് എങ്ങനെ പോലും നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റില്ല. പിന്നെ ഗൈസ് ഇത് നമുക്ക് കുറച്ചങ്ങനെ നീക്കാം. അപ്പോൾ ഒരു വലിയൊരു ചാട്ടമുണ്ട്, വളരെ വലിയൊരു ചാട്ടം എന്ന് പറഞ്ഞാൽ. ഇതിപ്പോൾ ഞാൻ എങ്ങനെ ചെയ്യണമെന്ന് വെച്ചാൽ, ഇതിപ്പോൾ ഒരു വലിയ ചാട്ടമാണ്. ഇത് നമുക്ക് അങ്ങനെ ഈസി ആയിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ ഇത് ഞാൻ എങ്ങനെ എടുക്കുന്നത് കാണും. അപ്പോൾ ഇത് കാണാൻ നല്ല ഇതുണ്ടാവും. പിന്നെ വലിയ അങ്ങോട്ട് സിങ്കൊന്നും പോകില്ല, കുറച്ച് സിങ്കൊക്കെ പോവുള്ളൂ. ഓക്കെ, പിന്നെ എൻ്റെ വീഡിയോ എടുക്കണതിന് ചെറിയൊരു കുഴപ്പമാണ്. ഞാൻ എൻ്റെ ഫോണിൽ എന്താണ് അറിയുക, ഫുള്ള് സൗണ്ട് എന്ന് പറഞ്ഞാൽ സൗണ്ട് ആകില്ലേ. ഞാൻ സൗണ്ട് ഫുൾ കുറച്ചിട്ട് ഞാൻ ഇതിലിട്ടിട്ടാണ് കളിക്കുന്നത്. പക്ഷെ നിങ്ങൾക്കത് നല്ല സൗണ്ടിൽ കേൾക്കാണ്ട്. അതാണ് എൻ്റെ ഒരു സുഖം. എനിക്കാണെങ്കിൽ ഒന്നും കേൾക്കാനുമില്ല. അതാണ് ഓക്കെ. സോ നമ്മൾ ആ മീഡിയം സ്പൈക്കിൻ്റെ അവിടുന്ന് നല്ല ലേറ്റായിട്ട് ചാടാം. നേരത്തെ ഞാൻ എന്തോ ഭാഗത്ത് കിട്ടിയതാണ്. ഇതെന്ത് ടഫാണ് ഗൈസ്. ഞാൻ തന്നെ ഉണ്ടാക്കിയ ലെവലിൽ എനിക്ക് പോലും കളിക്കാൻ പറയാം. ഭയങ്കര ഇതാണ് ഗൈസ്. മിക്കവാറും ഞാൻ ആ ഭാഗം നേരത്തെ ചെയ്യേണ്ടി വരും. അത് നല്ല പണിയാണ്. ഓക്കെ, പണി ചെയ്യുന്നു. അത് ഈസിയാണ്. ഓക്കെ, സോ നമുക്കവിടെ ഓർബിൻ്റെ സാധനം തന്നെ ചെയ്യാനുള്ളത്. ഈ ഭാഗം ഞാൻ കഴിഞ്ഞാൽ അതിൽ നല്ല അടിപൊളിയായിട്ട് ഞാൻ നല്ല റിസൾട്ട് ചെയ്തു. ജയമൊക്കെ ചെയ്തിട്ട് നമ്മൾ അടിപൊളി ചാലഞ്ചസൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ ഒക്കെ പോയി ഞാൻ മിക്കവാറും ആ ലെവലിൽ കണ്ടപ്പോൾ തന്നെ ഞാൻ അത് തന്നെ ഞങ്ങൾ ചെയ്യേണ്ടത്. കാരണം അത് എൻ്റെ ആ വീഡിയോ കണ്ടവർക്ക് എല്ലാവർക്കും ആ ഭാഗം നല്ല ഇഷ്ടമായിട്ടുണ്ടാകുമ്പോൾ എനിക്ക് തോന്നുന്നത്. കാരണം ആ ഭാഗം എനിക്ക് നല്ല ഇഷ്ടമായിരുന്നു. ആ ഭാഗം ചെയ്യുന്നത്. സോ ഞാൻ ഈ ക്യൂബ് പാർട്ടാണ് ചെയ്യണത്. ഓക്കെ, നമ്മൾ ആ ഒരു ജമ്പ് ബഫാക്കി നമ്മൾ ഇവിടെ നിന്നൊരു ട്രിപ്പിൾ സ്പൈക്ക്. ഇത് പറ്റൂല. ഓക്കെ, ഇവിടെ നിന്ന് ഈ ഒരു നമുക്ക് നോക്കാം. ഓക്കെ, സെറ്റാണ്. പക്ഷെ കുറച്ച് ടഫാണ്. അത് കുഴപ്പമില്ല. ഈ ഭാഗം നല്ല ടഫാണ്. സോ ഞാൻ ചെറുതായിട്ടൊന്ന് യൂസ് ചെയ്യണം. കാരണം കുറച്ചധികം ഇതാണ്. കാരണം എനിക്കിത് വെരിഫൈ ചെയ്യാനുള്ളതാണ്. ഇതിനെ വെരിഫൈ ചെയ്യൽ അത്ര ചില്ലറ പരിപാടിയല്ല ഗൈസ്. ഓക്കെ ഗൈസ്, സോ നമ്മളിനി ചെയ്യുന്നതാണ് കുറച്ച് പണിയുള്ളത്. ഞാനത് നല്ല ഈസി ആക്കിയിട്ടാണ് ചെയ്യുന്നത്. സോ ഇമ്പോസിബിൾ ആവൂലെന്ന് വിചാരിച്ചിട്ട് മാത്രം. ഓക്കെ, ഓക്കെ, സോ ഇതാണ് നമ്മളെ സാധനം. ഇത് കണ്ടിട്ട് ഭയങ്കര ഈസി ഉള്ള പോലെ ഉണ്ട്. ആണോ നമുക്കറിയില്ല. പക്ഷെ ഇങ്ങനെ മേലേക്ക് ഇങ്ങനെ അധികം ഇങ്ങനെ മേലേക്ക് വെച്ചാൽ അത് ഇമ്പോസിബിൾ ആവാൻ നല്ല ചാൻസ് ഉണ്ട്. ഇതെന്താണ് കഴിച്ചിട്ട് പൊളി.
പോസിബിൾ ആയതുകൊണ്ട് ഞാൻ പോവുകയാണ്. ഞാൻ എൻ്റെ സ്റ്റാർട്ട് പൊസിഷൻ വെച്ചിട്ട് ഞാൻ ഇങ്ങോട്ട് വരികയാണ്. നമുക്കൊന്ന് കുറച്ച് ഇതിനെ ഓഫ് ചെയ്യാം. അല്ലെങ്കിൽ ഇതൊക്കെ ഒരു എക്സ്ട്രീം ഗെയിമിനാക്കണ്ട. ഓക്കെ, സോ അത് പോസിബിളാണ്. സോ നമുക്ക് ഈ സാധനം സ്പാം ചെയ്യാം. ഓക്കെ ഗൈസ്, നമ്മൾ ഇവിടെ ഒരു ട്രിപ്പിൾ സ്പൈക്ക്, അടിപൊളി ഗൈസ്. നമ്മൾ അങ്ങനൊന്നും ചെയ്യണില്ല. കാരണം എന്തിന് ഗൈസ്, വെറുതെ ആൾക്കാരെ ഇതാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അങ്ങനൊന്നും ചെയ്യണില്ല. വേണമെങ്കിൽ ഒരു ബോറടിക്കാതിരിക്കാൻ വേണ്ടി നമുക്ക് അങ്ങോട്ടും പിന്നെ നമ്മൾ അങ്ങോട്ടും ചെയ്യാണ്. വെറുതെ ഗൈസ് ഒരു രസം. ഇതിനെന്തെങ്കിലും ഒരു ഇതുണ്ടോ നമുക്ക് നോക്കാം. ഗൈസ് നല്ല ടഫ് ഉണ്ട്, എന്നാലും നമുക്ക് ചെയ്യാം. ഈ ഭാഗം ശരിക്കും പറഞ്ഞാൽ നല്ല പോസിബിളാണ്. സോ ഞാൻ എൻ്റെ സ്റ്റാർട്ട് പൊസിഷൻ നീക്കുകയാണ്. സോ നമ്മൾ ആ പാഡ് ടച്ച് ചെയ്യുമ്പോൾ നമ്മൾ ഇതാക്കുക. ഓക്കെ ഗൈസ്, ഞാൻ കുറേ നേരം ഇത് ട്രൈ ചെയ്യുന്നത്. നല്ല ടഫാണ്. നല്ല പണിയുണ്ട് ഇത് ചെയ്യാൻ തന്നെ. സോ ഇത് ഞാൻ മിക്കവാറും കളയേണ്ടി വരും. കാരണം ഇത് എനിക്ക് ചെയ്യാൻ പറ്റുമോ? ഞാൻ മറ്റേതൊരു സ്ട്രെയിറ്റ് ഫ്ലൈ പോലെ ഇങ്ങനെ ചെയ്യായിരുന്നു. സോ ഇത് നമ്മളങ്ങനെ ആക്കണം ഗൈസ്, അറിയില്ല. സോ ഞാൻ അങ്ങനെ ആക്കാമെന്നാണ് വിചാരിക്കണത്. അല്ലെങ്കിൽ നമ്മളിവിടെ കുറേ നേരം ഇരിക്കും. നമുക്കിനി ഇത് ഓക്കെ, ഇത് നമുക്കിനി ഇവിടെ ഒരു ഷിപ്പ് പോർട്ടൽ തയ്യാറാക്കാം. ഷിപ്പ് പോർട്ടൽ തയ്യാറാക്കാൻ നമ്മൾ ഈ ഓർബിൻ്റെ സാധനത്തിൽ പോവുക. എന്നിട്ട് നമ്മൾ ഇതാക്കുക. ഓ ഗൈസ്, നമുക്കിവിടെ ഒരു ചെറിയൊരു സ്കിപ്പുണ്ട്. പക്ഷേ സ്കിപ്പ് നൈസായിട്ട് ചമ്മും. സോ സ്കിപ്പ് ചെയ്യാൻ നോക്കിയവർക്കെല്ലാം എൻ്റെ വക ഒരു ചമ്മൽ പ്രസ്ഥാനം. ഓക്കെ ഗൈസ്, നമ്മളിത് നീക്കി അങ്ങോട്ട് വെക്കുകയാണ്. നമ്മൾ സ്പൈക്കിൻ്റെ ഉള്ളിൽ തന്നെ വെക്കുക. കുറച്ചും കൂടി ഒരു ഇതായിക്കോട്ടെ. നമ്മൾ ചാടിപ്പോകണം.
നമ്മൾ ഒരു മോഡ് ഓക്കെ, ഇത് നമ്മൾ ഇവിടെ വെക്കുകയാണ്. എന്നിട്ട് നമ്മൾ ഹൈഡ് ചെയ്യുകയാണ്. അല്ലെങ്കിൽ അത് നല്ല രസമുണ്ടാവും. നമുക്ക് ഇനി ഇത് സ്പാം ചെയ്യാം. അപ്പോൾ ഒരുത്തനും ചാടി കിടക്കാൻ പറ്റില്ല. ഇനി ആരെങ്കിലും ചാടി കിടക്കാൻ നോക്കുകയാണെങ്കിൽ നല്ല രസമുണ്ടാവും ഗൈസ്. ഓക്കെ, ആരും ചാടി കിടക്കുള്ളൂ. ഇനി ചാടി കിടക്കാൻ നോക്കുകയാണെങ്കിൽ നല്ല രസമുണ്ടാവും. പക്ഷെ ചെറിയൊരു ഇതുണ്ട്, ഇതിൻ്റെ ഇടയിൽ കൂടെ ഒക്കെ പോകാൻ പറ്റും. സോ ഞാനുണ്ടല്ലോ ഒരു കാര്യം ചെയ്യാൻ പോവാം. റിവ്യൂ മോഡ് ഓഫ് ചെയ്തിട്ട് ഹൈഡ് ഒക്കെ നമ്മൾ ഇവിടെയും അതുപോലെ ചെയ്യാണ്. ഓക്കെ, സെറ്റ്. റിവ്യൂ മോഡ് ഞാൻ ഓഫാക്കിയത് എന്തിൻ്റെ ഭ്രാന്തനാണ്. സോ ഇനി നിങ്ങൾ ഈ ലെവലിൽ ഇതാക്കാൻ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്കത് പറ്റില്ല. കാരണം ഞാനൊരു ലെവലിൽ നല്ല അടിപൊളിയാക്കിയിരിക്കുകയാണ്. വെറും മിക്കവാറും ഞാൻ ഇവിടെയും ചെയ്യേണ്ടി വരും. കാരണം അതായിരിക്കും അതിൻ്റെ ഒരു ഇത്. സോ ഞാനിതൊന്ന് ചെയ്യട്ടെ. ഓക്കെ ഗൈസ്, ഞാൻ ആ ഭാഗം സെറ്റാക്കിയിട്ടുണ്ട്. പക്ഷേ ഇത് ഞാൻ ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് ഉണ്ടാവുക. ഞാൻ കാണിച്ചു തരാം ഗൈസ്. ഇതൊക്കെ മേലെ തട്ടുണ്ട്. സോ അതിനാണ് ഞാൻ ഈ മേലെ ഇങ്ങനെ ഈ സാധനം വെച്ചിട്ട് സെറ്റാക്കിയത്. കാരണം നമ്മളിവിടെ ഒരു മോഡ് വെക്കും. ആ മോഡ് വെച്ചാൽ ഇതൊരു ബോർഡറാണ്. ഈ ബോർഡറാണ് ഇതിനെ ഇതാക്കണത്. സോ ഞാൻ ആ മോഡ് ട്രിഗർ വെച്ചിട്ട് ഞാൻ ആ ബോർഡറൊക്കെ ഒന്ന് കളയണം. സോ നമുക്ക് അൺലിമിറ്റഡ് എത്ര വേണേലും മേലെ പോവാം. പക്ഷെ ഞാൻ മേലെ പോകാൻ സമയത്തില്ല. അപ്പോൾ നമുക്ക് എത്ര വേണേലും മേലെ പോകാം. പോട്ടാ എന്താ പറ്റാത്ത. സോറി ഗൈസ്, മോഡ് ഫ്രീ മോഡാണ്. കണ്ടോ, ഫ്രീ മോഡ് ഓണാക്കിയാൽ ഇങ്ങനെ ഇരിക്കണ്ടോ. സോ നമ്മൾ പോകുന്നതിനനുസരിച്ച് ഇതിങ്ങനെ പോകും. നമുക്ക് സീക്രട്ട് ബ്രേക്ക് ഉണ്ടെങ്കിൽ നോക്കണം. സീക്രട്ട് ബ്രേക്ക് അടിപൊളി ഗൈസ്. സോ നമുക്ക് ഇനി ഇത് എഡിറ്റ് ചെയ്ത് ഹൈഡ് ചെയ്ത് നമ്മൾ കളിക്കുമ്പോൾ പോകാൻ പറ്റില്ല ഗൈസ്. ഞാനവിടെ സാധനം വെച്ചിട്ടുണ്ട്. സോ നമുക്ക് ഈ സ്വാഗ് റൂട്ടൊക്കെ ഉണ്ട് ഗൈസ്. പക്ഷേ സ്വാഗ് റൂട്ട് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. അതാണ് ഓക്കെ. സോ നമുക്ക് സ്വാഗ് റൂട്ടൊന്നും ഇല്ല. നമ്മൾ ജസ്റ്റ് സ്ട്രെയിറ്റ് ഫോർവേഡ് കളി. ഓക്കെ, പിന്നെ നമ്മൾ ഇവിടെ എത്തുമ്പോൾ നമ്മളൊരു ക്യൂബാവും. അത് വിചാരിച്ച പോലെ തന്നെ നമ്മൾ ഒരു ക്യൂബാവും. അല്ലെങ്കിൽ അവിടെ കിടക്കും നമ്മൾ. ഓക്കെ, ക്യൂബ് എന്നൊരു ട്രിപ്പിൾ സ്പൈക്ക്. പിന്നെ നമുക്ക് ബോറടിക്കുമ്പോൾ അങ്ങനെ അമർത്താനുള്ളൊരു സാധനം. അത് നമ്മൾ ഷിപ്പ് പാർട്ട്. സോ നമ്മൾ ഇത് സോ നമ്മൾ ലെവലിൽ ഇതുവരെ നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട്. സോ നമ്മൾ ഈ വീഡിയോക്കുള്ള കാര്യങ്ങളൊക്കെ വേണ്ടിക്കാണ്. ഞാൻ നാളെ വരാൻ പറ്റുമെങ്കിൽ ഞാൻ നോക്കട്ടെ. ഇല്ലെങ്കിൽ ഞാൻ അടുത്ത ആഴ്ച വരാം. സോ ഈ വീഡിയോ കുറച്ചും കൂടി ഉണ്ട്. ഈ വീഡിയോ ഞാൻ ഓരോ ഭാഗത്തും സ്റ്റാർട്ട് പൊസിഷൻ വെക്കാം. അപ്പോൾ ഇത് വെരിഫൈ ചെയ്യാൻ ഒരു ഇതുണ്ടാവും.
റെഡി കാരണം എനിക്ക് ഇനി സ്റ്റാർട്ട് പൊസിഷൻ വെക്കാനുണ്ട്. സോ ഞാൻ എവിടെയൊക്കെ ഞാൻ ഇതുവരെ ഞാൻ ചെയ്ത് അവിടെയൊക്കെ ഞാൻ സ്റ്റാർട്ട് പൊസിഷൻ വയ്ക്കണം. പിന്നെ ആ സ്റ്റാർട്ട് പൊസിഷൻ വേറെ എവിടെയെങ്കിലുമൊക്കെ വെച്ചുകൊണ്ട് ഇതിപ്പോൾ ഞാൻ ആവശ്യം വരുമ്പോൾ ഓക്കെ ഒരു സ്റ്റാർട്ട് പൊസിഷൻ ഇവിടെ, 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 ഒരു സ്റ്റാർട്ട് പൊസിഷൻ, ഇനി സ്റ്റാർട്ട് പൊസിഷൻ ഇല്ല. സോ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാം. ടാറ്റാ.